പാകിസ്ഥാൻ അതിർത്തിക്കടുത്ത് ചബഹാർ സ്വതന്ത്ര വ്യാപാര മേഖലയ്ക്ക് സമീപമുള്ള ഇറാന്റെ സൈനിക കേന്ദ്രം നശിപ്പിച്ച് അമേരിക്കൻ ഫൈറ്റർ ജെറ്റുകൾ. ഇറാന്റെ ചബഹാർ സൈനിക കേന്ദ്രം ചാമ്പലായി എന്ന് വോയിസ് ഓഫ് അമേരിക്കയുടെ റിപ്പോർട്ട്. അനേകം മരണം, സൈനിക ഉപകരണങ്ങൾ നശിച്ചു. തുടർ സ്ഫോടനങ്ങൾ തുടരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇറാനിലെ ചബഹാർ സ്വതന്ത്ര വ്യാപാര മേഖലയ്ക്ക് സമീപമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ US യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തിയതായിട്ടാണ് സൂചന. ഇറാന്റെ നിർണായക വ്യാപാര മേഖലയ്ക്ക് പിന്നിലുള്ള ഒരു പർവ്വതത്തിൽ തീവ്രമായ സ്ഫോടനങ്ങളുടെ ശബ്ദം കേട്ടതായി വോയിസ് ഓഫ് അമേരിക്കയുടെ പേർഷ്യൻ ഭാഷാ സേവനം റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ തെക്ക് കിഴക്കൻ സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലാണ് പാകിസ്ഥാനുമായുള്ള അതിർത്തിയോട് ചേർന്നുള്ള ചബഹാർ സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥിതി ചെയ്യുന്നത്. 4 നീരുറവകൾ എന്നർത്ഥം വരുന്ന ചബഹാറിലെ ഒരു സവിശേഷ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപരമായി പ്രധാനമാണ്. അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകുന്നു ഇവിടം. 2024 ഇന്ത്യ ഇറാനുമായി 10 വർഷത്തെ കരാർ ഒപ്പുവെച്ചിരുന്നു. അതിന്റെ കീഴിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ചബഹാറിൽ $370 മില്യൺ നിക്ഷേപമാണ് വാഗ്ദാനം ചെയ്തത്. ഇത് തുറമുഖത്തെക്കുറിച്ചുള്ള ന്യൂഡൽഹിയുടെ പദ്ധതികളുടെ ദീർഘകാല സ്വഭാവം അടിവരയിടുന്നു. ചൈനയെ ഉന്നമിട്ട് പാകിസ്ഥാനിൽ സൈനിക താവളം സ്ഥാപിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നു എന്ന ആരോപണവുമായി അടുത്തിടെ ഇറാൻ രംഗത്ത് വന്നിരുന്നു. ഇതാകട്ടെ ചബഹാറിനും പാകിസ്ഥാനിൽ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ഗ്വാദർ തുറമുഖത്തിനും സമീപത്തായിരുന്നു. പാകിസ്ഥാനാണ് ഇതിന് ഒത്താശ ചെയ്യുന്നതെന്നും ഇറാൻ ആരോപിച്ചിരുന്നു. മേഖലയിൽ വ്യാപാര, വാണിജ്യ, ഊർജ്ജ മേഖലകളിൽ ചൈനയ്ക്കുള്ള ആധിപത്യത്തിന് തടയിടാനാണ് സൈനിക താവളം ഒരുക്കുന്നതിലൂടെ അമേരിക്ക ഉന്നമിടുന്നത് എന്ന ആരോപണവും ഇറാൻ ഉയർത്തി. പാകിസ്ഥാനിൽ US സൈനിക താവളം വന്നാൽ അത് ഇറാനും തിരിച്ചടിയായിരുന്നു. ദക്ഷിണ ഇറാനിലെ സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ തുറമുഖം. ഇന്ത്യ വൻതോതിൽ നിക്ഷേപവും സാങ്കേതിക പിന്തുണയും നൽകി നിർമ്മിച്ചതാണിത്. തുറമുഖ വികസനത്തിന് $120 മില്യൺ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ $250 മില്യൺ വായ്പയും ഇന്ത്യ ഉറപ്പുവരുത്തിയിരുന്നു. 2024-25 ഇന്ത്യ 100 കോടി രൂപ വായ്പയും ചബഹാറിന് അനുവദിച്ചതാണ്. ചബഹാറിൽ നിന്ന് ഇറാന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകും വിധം 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതയും നിർമ്മിക്കാനായിരുന്നു പദ്ധതി. ഇതുമായാണ് റഷ്യ ഇറാൻ ചരക്ക് നീക്ക ഇടനാഴി ബന്ധിപ്പിക്കാൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും 2014 ത്രികക്ഷി കരാറിന് കീഴിലാണ് ചബഹാർ തുറമുഖത്ത് ഷാഹിദ് ബഹഷ്ബി ടെർമിനൽ ഇന്ത്യ വികസിപ്പിച്ചത്. ഇറാനുമായി വ്യാപാര ഇടപാടുകളിൽ ഏർപ്പെടുന്നവർ ഉപരോധത്തിന്റെ അപകട സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ബൈഡൻ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും ചബഹാർ തുറമുഖം വികസിപ്പിക്കുന്നതിൽ ഇന്ത്യക്ക് ഇളവ് അനുവദിച്ചിരുന്നു. ഇറാനിലെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവെച്ചത് അടുത്തിടെയാണ്. 10 വർഷത്തേക്കുള്ള തുറമുഖത്തിന്റെ നടത്തിപ്പിനായുള്ള കരാറിലാണ് 2 രാജ്യങ്ങളും ഒപ്പുവെച്ചത്. ഈ കരാർ 2 രാജ്യങ്ങൾക്കും പരസ്പരം ബന്ധപ്പെടുന്നതിനും വ്യാപാര ബന്ധം കൂടുതൽ ശക്തമാകുന്നതിലും പ്രധാന പങ്കുവഹിക്കും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇന്ത്യ ആദ്യമായി ഒരു വിദേശ തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഏറ്റെടുത്തതും ചബഹാർ തുറമുഖത്തിന്റേതാണ്. ഇന്ത്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരത്തിൽ ഈ തുറമുഖം വലിയ സ്വാധീനം ചെലുത്തും എന്ന പ്രതീക്ഷയിലായിരുന്നു രാജ്യം. അയൽ രാജ്യമായ പാകിസ്ഥാനെ മറികടന്ന് മധ്യേഷ്യയിലെ സാധ്യതകൾ നേരിട്ട് പ്രയോജനപ്പെടുത്താൻ ഈ കരാർ ഇന്ത്യക്ക് സഹായകമാകുമെന്നാണ് വിലയിരുത്തപ്പെട്ടത്. ഊർജ്ജ സമ്പന്നമായ ഇറാന്റെ തെക്ക് കിഴക്കൻ തീരത്ത് സിസ്താൻ, ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയായിരുന്നു ഇറാന്റെ സൈനിക താവളം ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ഇറാന്റെ സൈനിക താവളം തകർത്തതിലൂടെ അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ കൂടുതൽ വ്യക്തമാവുകയാണ്. എന്ത് വന്നാലും ഇറാന്റെ മേലുള്ള അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ അത് മുന്നോട്ട് തന്നെ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എത്ര ആക്രമണങ്ങൾ ഇപ്പോൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ ഘട്ടത്തിലും ആക്രമണങ്ങൾ കൂടുകയാണ്. ഭയാനകമായ ഒരു ദൃശ്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഓരോ ദിവസങ്ങളിലും ഓരോ മണിക്കൂറിലും ഉണ്ടാകുന്നത്. എന്നാൽ അതിൽ നിന്ന് പിന്നോട്ടേക്ക് അമേരിക്ക എത്തും എന്നുള്ള ചിന്തകൾ പലപ്പോഴും ഉണ്ടാകുന്നു. യുദ്ധം അവസാനിക്കുമെന്നുള്ള ചിന്തകൾ എല്ലാവർക്കും ഉണ്ടാകുന്നുവെങ്കിലും കൂടുതൽ തീക്ഷ്ണമായ രീതികളാണ് ഇപ്പോൾ അമേരിക്ക സ്വീകരിക്കുന്നത് എന്ന് വേണം ഈ സൈനിക താവളം നശിപ്പിച്ചതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ ചബഹാർ തുറമുഖത്തുള്ള സൈനിക താവളം എന്ന് പറയുന്നത് ഇറാന്റെ ഒരു ശക്തി കേന്ദ്രമായി തന്നെയാണ് കണക്കാക്കിയിരുന്നത്. ആ ശക്തി കേന്ദ്രത്തിലാണ് ഇപ്പോൾ അമേരിക്ക നാശനഷ്ടങ്ങൾ വരുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഒരടി പിന്നോട്ടില്ല എന്നതും ഇറാൻ അമേരിക്കയുടെ ഈ ഒരു നീക്കങ്ങളിൽ ഒരിക്കലും ഇറാനും തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്ന ആ ഒരു തീരുമാനം, ആ ഒരു പ്രസ്താവനകളും എല്ലാം കൂട്ടി വായിക്കുമ്പോൾ പശ്ചിമേഷ്യ കൂടുതൽ ആശങ്കാകുലമായ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. കൂടുതൽ അവിടുത്തെ പ്രശ്നങ്ങൾ കൂടുകയാണ്. പശ്ചിമേഷ്യയിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും അവിടുത്തെ സാഹചര്യങ്ങൾ കൂടുതൽ നിർണായകമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത് എന്നാണ് ഇപ്പോൾ യുദ്ധരംഗത്തെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.